ദേവഗുരുവും സർവേശ്വര കാരകനുമായ വ്യാഴം 2025 മെയ് മാസം 14 ബുധനാഴ്ച രാത്രി 10:36 ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും എന്നത് ഈ ഗ്രഹത്തിൻ്റെ പ്രത്യേകതയാണ്. പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം 12ാം ഭാവത്തിലേക്കാണ്. വ്യയം, പതനം, സ്ഥാനചലനം ഇവയൊക്കെ 12ലെ വ്യാഴത്തിൻ്റെ പൊതുവായ ഫലങ്ങളാണ്. വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമുള്ള കാലഘട്ടമാണ്. സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ വേണം. ദൂരയാത്രകൾ വേണ്ടിവരും. വാഹനത്തിന് അപ്രതീക്ഷിതമായി ചിലവുകൾ വന്നുചേരും. വീടിനും ഔപചാരികമായ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരുന്നതാണ്. പുതിയ വീടോ വസ്തുവോ വാങ്ങുവാനുള്ള ശ്രമം വിജയിച്ചേക്കും. വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾക്കും മനസ്സറിഞ്ഞ് ഉദാരമായ സംഭാവനകൾ ചെയ്യും. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേകമായ താല്പര്യം കാണിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിച്ചേക്കും. അന്യദേശ യാത്രയ്ക്ക് സന്ദർഭം ഒരുങ്ങും. ആഭരണ ലാഭത്തിനും യോഗമുണ്ട്. പുത്രസുഖവും ശത്രുനാശവും ഉണ്ടാകും. നിരവധി നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുന്നതാണ്. മതപരവും ആത്മീയവുമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കും. തീർത്ഥാടനത്തിന് അവസരം ഉണ്ടാകും. സാമൂഹിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മാനസിക സംതൃപ്തിയും സമൂഹത്തിൽ ആദരവും ലഭിക്കും. കാര്യങ്ങളുടെ വിജയത്തിന് കഠിനാധ്വാനം വേണ്ടിവരും. വിദേശയാത്രയ്ക്കുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കൊഴുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സങ്കീർണത സൃഷ്ടിച്ചേക്കാം. ഉദരസംബന്ധമായ രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. വ്യാഴത്തിന് 4, 6, 8 ഭാവങ്ങളിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുള്ളതിനാൽ ചില ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും. കുടുംബത്തിൻ്റെ സന്തോഷത്തിനുള്ള വിഭവങ്ങൾ സമാഹരിക്കും. കുടുംബ ഐക്യം മെച്ചപ്പെടും. കുടുംബത്തിൻ്റെ അവസ്ഥയിൽ കൂടുതൽ തൃപ്തിയുണ്ടാകും.